ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ നിങ്ങൾ കണ്ടു പരിചയമുള്ള എൻ്റെ അഡ്മിന്മാരുമൊത്തുള്ള ഒരു യാത്രയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എൻ്റെ 8ഓളം അഡ്മിന്മാരും അവരുടെ ഫാമിലിയുമൊത്ത് വയനാട്ടിലേക്കൊരു യാത്ര പോകുന്ന വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം കൂടിയുണ്ട്. ഇത്രയും ഒരുമിച്ച് ഞങ്ങൾ അഡ്മിന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയൊരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ള പ്രത്യേകിച്ച് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള പല ആളുകൾക്കും അറിയാം ഇവരൊക്കെ. കാരണം നിങ്ങൾക്കൊക്കെ മൊബൈൽ ടിപ്സിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് തരുന്നതും അതുപോലെ നിങ്ങളുടെയൊക്കെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതും ഒക്കെ ഈ കാണുന്ന അഡ്മിന്മാരാണ്. ഇവരെ കൂടാതെ 8 അല്ല നമുക്ക് 40 ആളുകളുണ്ട്. അതിൽ നിന്നും ഒരാൾ നമ്മൾ വിട്ട് പിരിഞ്ഞു പോയി, മുജീബ് വയനാട് എന്ന് പറയുന്ന സുഹൃത്ത്. അപ്പോൾ അവൻ്റെ വീട് താമസമായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്കൊന്ന് പോവുകയും ഒക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശങ്ങൾ. അപ്പം ആ പോകുന്ന സമയത്ത് ജസ്റ്റ് വയനാട് ബാണാസുര ഡാമും അതുപോലെ തന്നെ വയനാട്ടിലെ കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഫാമിലിയും മൊത്തം പോകുന്നത്. ഇത് കാസർഗോഡുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ വയനാടുള്ള ആളുകളുണ്ട്, കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം, അങ്ങനെ പല ജില്ലകളിൽ നിന്നുള്ള അഡ്മിന്മാരാണ്. അവരുടെ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ നേരിട്ട് കാണാനും അതുപോലെ തന്നെ അഡ്മിന്മാർ തമ്മിൽ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ആളുകൾ പരസ്പരം കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പരിപാടി ഈ അടുത്ത കാലത്ത് നമ്മുടെ ഫിറോസ് ദാദു മൊബൈൽ ടിപ്സിലൂടെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ സ്നേഹനിധി എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇതുപോലെ പല പരിപാടികളും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും എൻ്റെ മുഴുവൻ അഡ്മിന്മാരും ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് കൊണ്ട് ഒരു യാത്ര പോയ വീഡിയോ ആണ്. എന്തായാലും നിങ്ങൾ പൂർണ്ണമായും കാണുക. ബാണാസുര ഡാമിൻ്റെ കാഴ്ചകൾ കാണാം, അതുപോലെ തന്നെ വയനാടിൻ്റെ പ്രകൃതി ഭംഗി കാണാം. ഈ വീഡിയോ മുഴുവനായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിൽ എൻ്റെ അഡ്മിന്മാരെന്തായാലും കാണും. കാരണം പുറത്ത് ഇനിയും പോരാത്ത ഒരുപാട് അഡ്മിന്മാരുണ്ട്. അവർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വീഡിയോ ഇനി ഇവിടെ അങ്ങോട്ട് മ്യൂസിക്കിലൂടെ ആയിരിക്കും കാണുക. അപ്പോൾ മാക്സിമം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക.